സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്താങ്ങുന്നു. കേരളത്തിൻ്റെ പ്രഥമ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അച്യുതമേനോൻ മുതൽ ഇടതുപക്ഷ നേതാക്കൾക്ക് കേരള മോഡൽ എന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു. ബഹുമാനായിട്ടുള്ള മന്ത്രി ബാലഗോപാൽ എത്തി നിൽക്കുമ്പോൾ ആ ഉജ്ജ്വല സ്വപ്നം പൂവണിയുന്നതായിട്ടാണ് നാം കാണുന്നത്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ മലയാളത്തെ ഇന്ത്യയുടെ മുന്നിൽ എത്തിക്കാനുള്ള ആസൂത്രിത നീക്കം എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മഹാകവി പല നാരായണൻ നായർ എഴുതിയതുപോലെ കേരളം എന്ന കവിതയിലൂടെ കേരളം വളരുന്നു, പശ്ചിമഘട്ടത്തെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ അറബിക്കടലിനും തൻ തിരക്കൈ കൊണ്ടതിനെ തിരയെടുക്കുവാൻ ആയതില്ലിന്നോളവും അറിവും സംസ്കാരവും മേൽക്കുമേൽ ഒഴുകുന്നോ അറിവിൻ നികേതമാണ് ഈ സ്ഥലം പുരാതനം. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിനുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. സർ, മാനവ വിഭവശേഷിയുടെ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ വികസന മികവിൻ്റെ ജനകീയാസൂത്രണ മികവിൻ്റെ മുഖമുദ്രയാണ് സാർ ഈ ബഡ്ജറ്റ്. EDയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും NIAയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഫെഡറൽ സംവിധാനങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടും നികുതി ഇനങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ന് സർവ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്, ഒരു മനുഷ്യനെന്താണ് അനിവാര്യമായിട്ടുള്ളത്, ഒരു സമൂഹത്തിനെന്താണ് അനിവാര്യമായിട്ടുള്ളത്, ഒരു വ്യക്തിക്കെന്താണ് അനിവാര്യമായിട്ടുള്ളത്, ആ വികസന പദ്ധതികളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും പട്ടയമെന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും വൈദ്യുതി എന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും വെള്ളമെന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും ഭക്ഷണമെന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും സൗജന്യ ചികിത്സ ലക്ഷ്യത്തിലേക്ക്, എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തിലേക്ക്, അതിലേറെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമായിട്ട് ഈ കൊച്ചു കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വീട്. വഴിയോരങ്ങളിൽ കിടന്ന ഇന്ന് അന്തിയുറങ്ങുന്നവരാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. തെരുവോരങ്ങളിൽ കിടന്ന് അന്തിയുറങ്ങുന്നവരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇന്ന് ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങുന്നവരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. പകുതിയിലധികം ജനങ്ങളും. അവിടെയാണ് ഈ കൊച്ചു കേരളം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യത്തിലേക്ക് 5 ലക്ഷം പേർക്ക് വീട് അനുവദിക്കുന്ന രീതിയിലേക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കിക്കൊണ്ട് ഈ ബഡ്ജറ്റുകളിലൂടെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. 3 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തുകൊണ്ട് ഇന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ഗവൺമെൻറ് 3 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാവർക്കും വൈദ്യുതി. 1,52,000 പേർക്ക് ഇന്ന് വൈദ്യുതി കൊടുക്കാൻ സമ്പൂർണ്ണ വൈദ്യുതിയിലേക്ക് കടന്നിട്ടുള്ള ഏക സംസ്ഥാനം ഏത്? സമ്പൂർണ്ണ വൈദ്യുതിയിലേക്ക് കടന്നിട്ടുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് ഈ കൊച്ചു കേരളമാണ് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. PSC വഴി ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയിട്ടുള്ള സംസ്ഥാനം, 3 ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയിട്ടുള്ള സംസ്ഥാനം. കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 60% പേർക്കും തൊഴിൽ നൽകിയിട്ടുള്ള ഏക സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു സംഭരണവും അട്ടിമറിക്കപ്പെടാതെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ സംഭരണങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് തൊഴിൽ കൊടുക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഒരു സംഭരണവും അട്ടിമറിക്കപ്പെടാതെ SC സംഭരണം ഉൾപ്പെടെയുള്ള കൃത്യതയോടുകൂടി തന്നെ എല്ലാ സംഭരണവും പാലിച്ചുകൊണ്ട് നിയമനം നടത്തിയിട്ടുള്ള ഏക സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയും.
എല്ലാവർക്കും ഭക്ഷണം എത്തുന്നില്ലേ? എല്ലാവർക്കും റേഷൻ കടകളിലൂടെ എല്ലാ കാർഡുകാർക്കും റേഷൻ വിതരണം നടത്താൻ കഴിയുന്ന ഏക സംസ്ഥാനം. ഇന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനമായിട്ട് ഇന്ന് നമുക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കടകളിലൂടെ വിതരണം നടത്തുന്നു. അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളിലൂടെ വിതരണം മിതമായിട്ടുള്ള നിരക്കിലൂടെ ഭക്ഷണ വിതരണം നടത്താൻ നമുക്ക് കഴിയുന്ന ഇതായിട്ടുള്ള അതിൻ്റെ ഏറ്റവും കൃത്യതയോടെ നടത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മാതൃകയായിട്ട്. പട്ടിണിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതിദരിദ്രരില്ലാത്ത നാടാക്കി ഈ കൊച്ചു കേരളം ഈ ലോകത്ത് തന്നെ മാതൃകയായിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിദരിദ്രരില്ലാത്ത നാടായിട്ട് ഈ കൊച്ചു കേരളത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളായിട്ടല്ലേ നമുക്ക് കാണാൻ കഴിയേണ്ടതായിട്ടുള്ളത്. എല്ലാം പോട്ടെ, നമ്മുടെ ആരോഗ്യ മേഖല, ജനകീയ ആരോഗ്യ കേന്ദ്രം മുതൽ ഇന്ന് നാം എടുത്ത് മെഡിക്കൽ കോളേജ് വരെയുള്ള ഓരോ സംവിധാനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കപ്പെടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മ ഇന്നിവിടെ പ്രതിപക്ഷത്തിരിക്കുന്നവർ ആ ഗവൺമെൻറ് ആസ്പത്രികളിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ സംവിധാനങ്ങളിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. സൗജന്യ ചികിത്സ നടക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളുണ്ടോ ഇന്ത്യ രാജ്യത്ത് എന്ന് ചോദിച്ചാൽ ഈ കൊച്ചു കേരളത്തിലാണ് സൗജന്യമായിട്ട് 6 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ നടക്കുന്ന ഒരു കേന്ദ്രമുള്ളത്. ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളതാണ്. ചികിത്സാ ധനസഹായം കോടിക്കണക്കിന് രൂപ ഇന്ന് ചികിത്സാ ധനസഹായം കൊടുക്കുന്ന ഏക സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളമാണ്. കിഡ്നി ക്യാൻസർ ബാധിതരായിട്ടുള്ള രോഗികൾക്ക് മിതമായിട്ടുള്ള നിരക്കിലും സൗജന്യമായിട്ടുള്ള നിരക്കിലും ഇന്ന് മരുന്ന് കൊടുക്കുന്ന സംസ്ഥാനമുണ്ടെങ്കിൽ ഏക സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഈ കൊച്ചു കേരളമാണ് എന്നുള്ളതാണ്. ജനകീയാരോഗ്യ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന് 2500 കോടി രൂപയാണ് ഇന്ന് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വേണ്ടി 203 കോടി രൂപയാണ് ഇന്ന് ഈ ഗവൺമെൻറ് വകയിരുത്തിയിട്ടുള്ളത്. ക്യാൻസർ രോഗം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള പെൻഷൻ 1000 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ള ഗവൺമെൻറ് ഈ കൊച്ചു കേരളത്തിൻ്റെ ഗവൺമെൻറ്റാണ്. നാം മനസ്സിലാക്കേണ്ടത് ആരോഗ്യ മേഖലയിൽ എത്രത്തോളമാണ് ഈ ഗവൺമെൻറ് ശ്രദ്ധ ചെലുത്തുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ 10 വർഷം മുമ്പ് ഈ കൊച്ചു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എന്തായിരുന്നു? ചോർന്നൊലിക്കുന്ന വിദ്യാലയങ്ങളായിരുന്നു നമ്മുടേത്. ഭൗതിക സാഹചര്യങ്ങളില്ലാത്ത വിദ്യാലയങ്ങളായിരുന്നു. വിൽപ്പന ചരക്കായിട്ട് വെച്ചിരുന്ന വിദ്യാലയങ്ങളായിരുന്നു നമ്മുടേത്. ഇന്ന് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ ഇന്ന് സാങ്കേതികപരമായിട്ട് നമ്മുടെ കൊച്ചുമക്കളെ വളർത്തിയെടുക്കുന്നതിൽ ഏറെ മുന്നോട്ട് പോയിട്ടുള്ളൊരു സംസ്ഥാനമേത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ കൊച്ചു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളാണ്. ചരിത്രവും അതുപോലെ തന്നെ പൈതൃകവും നവോത്ഥാന മൂല്യങ്ങളെ ഒന്നും പഠിപ്പിക്കാതെ തന്നെ വിദ്യാലയം പാഠപുസ്തകങ്ങളിലേക്ക് വർഗീയതകളെല്ലാം തന്നെ കുത്തിനിറക്കപ്പെടുമ്പോൾ ശാസ്ത്ര അവബോധമില്ലാത്ത വിദ്യാർത്ഥികളെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിച്ചെടുക്കുമ്പോൾ അതിന് ബദലായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ബദലാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ചരിത്രം തന്നെ മാറ്റി എഴുതാൻ ശ്രമിക്കുന്നു. ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഉൾപ്പെടെയുള്ളവരെ മുഗൾ വംശത്തിൻ്റെ ചരിത്രം ഉൾപ്പെടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കൊണ്ടുവരുന്ന പാഠപുസ്തകങ്ങളിലൂടെ ഗണപതിയാണ് ആദ്യത്തെ ശാസ്ത്രക്രിയ നടത്തിയത്, ഗണപതിയിലൂടെയാണെന്ന് നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക്, കോവിഡ് മാറാൻ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുന്ന രീതിയിലേക്ക്, പനി മാറാൻ ഗോമൂത്രം കഴിക്കണമെന്ന് IT മേധാവി പറയുന്ന രീതിയിലേക്ക്, പുഷ്പക വിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറയുന്ന രീതിയിലേക്ക്, നമ്മൾ കൗരവന്മാരാണ് ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ കൊച്ചുമക്കളെ പഠിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വർഗീയതയിലേക്ക്
തിരിച്ചു പോകുമ്പോൾ, അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ കൊച്ച് കേരളത്തിൽ നിന്നുകൊണ്ട് അതിന് ബദലായിട്ടുള്ള ഭരണഘടന പഠിപ്പിച്ചുകൊണ്ട്, ശാസ്ത്രം പഠിപ്പിച്ചുകൊണ്ട് കൊച്ചുമക്കളെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലൂടെയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൂടെയും നടത്തുന്നത്. 5000 കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ കൊച്ചുമക്കളെ ലോക നിലവാരത്തിലുള്ള കുട്ടികളാക്കി വളർത്തിയെടുക്കുന്നതിന്, തൊഴിൽ സാധ്യതകളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. സർവ്വമേഖലകളിലേക്കും ഇന്ന് നമുക്ക് കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. സർവ്വമേഖലകളിലും അടിസ്ഥാന ജനവിഭാഗങ്ങളെ, പൊതുസമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. എന്തിനാണ് കുറവ് വന്നിട്ടുള്ളത്? പാവപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാടുകൾ, വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനമെടുത്തില്ലേ? ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമല്ലേ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്താണ് വീട്ടമ്മ എന്ന് പറയുന്നത്? വീട്ടിൽ സ്വന്തം മക്കളെ നോക്കി, ഭർത്താവിനെ നോക്കി, അച്ഛനും അമ്മയെയും നോക്കിക്കൊണ്ട് രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ട് അവർക്ക് തൊഴിലുണ്ടോ എന്ന് ചോദിച്ചാൽ തൊഴിലുണ്ട്, കൂലിയുണ്ടോ എന്ന് ചോദിച്ചാൽ കൂലിയില്ല. വീട്ടമ്മ എന്നാണ് പേര്. നിർത്തുകയാണ്. വീട്ടമ്മ എന്നാണ് പേര്. അവർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണിത്. ആശാവർക്കർമാർക്ക് 1000 രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത ഗവൺമെന്റാണിത്. പാചക തൊഴിലാളികൾക്ക് 500 രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത് അതിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, അവർക്ക് 1000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നോൺ ജേർണലിസ്റ്റ് പെൻഷൻ, ആശ്രിത പെൻഷനും കൂടി വർദ്ധിപ്പിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒറ്റക്കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഇന്ന് 14 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പൈതൃകങ്ങളെയും ടൂറിസങ്ങളെയും ചരിത്രത്തെയും എല്ലാം തന്നെ പഠിക്കാൻ, നമ്മുടെ കൊച്ചുമക്കൾക്ക് പഠിക്കാനും വിദേശികൾക്ക് പഠിക്കാനുമായിട്ടുള്ള ഒന്നായിരുന്നു മുസ്ലിം പൈതൃക പദ്ധതി എന്നുള്ളത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് മുസ്ലിം പൈതൃക പദ്ധതിയുടെ കേന്ദ്രം കൂടിയാണ്. ഇത് ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിലൂടെയാണ് തോമസ് ലീഗ വന്നിറങ്ങിയത്. ഞങ്ങളുടെ എല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്ന ചേരമാൻ ജുമാ മസ്ജിദ് അവിടെയാണ്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ കാവായിട്ടുള്ള ദുർഗ ക്ഷേത്രം അവിടെയാണ്. ജൂതന്മാർ വന്നിറങ്ങിയ അതവിടെയാണ്. ഇസ്രയേലിലേക്ക് കടന്നു പോകുമ്പോഴും അവരുടെ പൈതൃകങ്ങളായിട്ടുള്ള സിനഗോഗും ഉൾപ്പെടെ ഉള്ള ആ കേന്ദ്രം ഒരു പ്രത്യേക പാക്കേജാക്കി എടുത്തുകൊണ്ട് ഫണ്ട് അനുവദിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ പിന്താങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു.